ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 18. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ഠന്തി ജാജസാഃ ജഘന്യഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസാഃ. വിവർത്തനം. സാത്വിക സ്വഭാവികൾ ക്രമേണ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയരുന്നു. രാജസപ്രകൃതിയുള്ളവർ ഭൂലോകങ്ങളിൽ ജീവിക്കുകയും നീചമായ തമോഗണത്തിന് അടിമപ്പെട്ടവർ നരകങ്ങളിൽ പോയി നിപതിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ത്രിഗുണ പ്രേരിതങ്ങളായ കർമ്മങ്ങളുടെ ഫലമെന്തെന്ന് ഈ ശ്ലോകം കൂടുതൽ സ്പഷ്ടമായി വിവരിക്കുന്നു. സ്വർഗീയ ഗ്രഹങ്ങൾ ഉൾപ്പെട്ട ഒരു ഉപരിഗ്രഹ വ്യൂഹമുണ്ട്. സമുത്കൃഷ്ടരായ ജീവാത്മാക്കളാണിവിടെ വസിക്കുന്നത്. സാത്വിക ഗുണത്തിൻ്റെ വളർച്ചയുടെ തോതനുസരിച്ച് ജീവസത്തയ്ക്ക് ഈ വ്യൂഹത്തിലെ പല ഗ്രഹങ്ങളിലേക്കും ഉയരാം. ഇവയിൽ സത്യലോകമെന്ന ബ്രഹ്മലോകമാണ് സർവോത്കൃഷ്ടം. ഈ വിശ്വത്തിലെ പ്രഥമ വ്യക്തിയായ ബ്രഹ്മാവ് ഇതിൽ വാഴുന്നു. ബ്രഹ്മലോകത്തിലെ ആശ്ചര്യകരമായ ജീവിതാവസ്ഥ ഗണനാതീതമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ അത്യുന്നത ജീവിതാവസ്ഥയായ സത്വഗുണത്തിന് നമ്മളെ ഇവിടെ എത്തിക്കാൻ കഴിയും. രജോ ഗുണം സമ്മിശ്രമാണ്. സത്വതമസുകൾക്കിടയിൽ നിൽക്കുന്നു അത്. ഒരു വ്യക്തി എല്ലായ്പ്പോഴും വിശുദ്ധനല്ല. ശുദ്ധ രാജസ സ്വഭാവിയായ ഒരാൾ ഭൂമിയിൽ തന്നെ രാജാവായോ ധനികനായോ ജീവിക്കുകയുള്ളൂ. സമ്മിശ്ര ഗുണങ്ങളുള്ളതുകൊണ്ട് താഴത്തേക്ക് വീഴാനുമിടയുണ്ട്. രാജസ താമസ സ്വഭാവികളായ ഭൂലോകവാസികൾക്ക് യന്ത്രമുപയോഗിച്ച് ബലാത്കാരേണ ഉത്കൃഷ്ട ഗ്രഹങ്ങളിൽ കയറിക്കൂടാനാവില്ല. രാജസ പ്രകൃതിയുള്ളവർക്ക് അടുത്ത ജന്മത്തിൽ ബുദ്ധിഭ്രമം ബാധിച്ചുവെന്ന് വരാം. അധമമായ തമോ ഗുണത്തെ ഇവിടെ നീചമെന്ന് പറയുന്നു. ഭൗതിക ലോകത്തിലെ ഈ തമോ ഗുണബാധ ആപത്കരമാണ്. ത്രിഗുണങ്ങളിൽ വെച്ച് ഏറ്റവും അധമമാണ് തമോ ഗുണം. മനുഷ്യന് താഴെ 80 ലക്ഷം ജീവിവർഗങ്ങളുണ്ട്. പക്ഷികളായും മൃഗങ്ങളായും ഇഴജന്തുക്കളായും വൃക്ഷങ്ങളായും മറ്റും. തമോ ഗുണം വളരുന്നതിൻ്റെ തോതനുസരിച്ച് മനുഷ്യരെ ഈ നീചാവസ്ഥകളിലേക്ക് കൊണ്ടുവരുന്നു. താമസാഹ എന്ന വാക്ക് ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. ഒരിക്കലും ഉയരാനാവാതെ തമസിൽ തന്നെ അനേകം ജന്മങ്ങൾ കഴിച്ചു കൂട്ടുന്നവരെയാണ് താമസാഹ എന്ന പദം സൂചിപ്പിക്കുന്നത്. അവരുടെ ഭാവി വളരെ ഇരുളടഞ്ഞതാണ്. രജസ്തമസ് സ്വഭാവികൾക്ക് സത്വഗുണത്തിലേക്ക് ഉയരാൻ ഒരവസരമുണ്ട്. ആ പദ്ധതിയാണ് കൃഷ്ണാവബോധം. എന്നാൽ ഈ അവസരം ഉപയോഗപ്പെടുത്താത്തവർക്ക് അധമശ്രേണിയിൽ കഴിച്ചുകൂട്ടുകയല്ലാതെ ഗത്യന്തരമില്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.